ശ്രീ രാജു പി നായർ, ഇപ്പോൾ നോക്കൂ, ശബരിമല സ്വർണ്ണക്കള്ള കേസുമായി ബന്ധപ്പെട്ട് അങ്ങനെ അന്വേഷണത്തിൽ എന്തെങ്കിലും തരത്തിലുള്ള ബുദ്ധിമുട്ടോ മെല്ലെപ്പോക്കോ ഉണ്ടായിട്ടുണ്ട് എങ്കിൽ അതിൽ എല്ലാവർക്കും വിമർശനം വേണ്ടതല്ലേ? അതിൽ സർക്കാരിന് വിമർശനം ഉന്നയിക്കാം, സർക്കാരിന് വിമർശനമുണ്ട് എങ്കിൽ അത് ഇപ്പോൾ നോക്കൂ, കുറ്റപത്രം സമർപ്പിക്കാത്തതിന്റെ പേരിൽ പ്രതികൾ പുറത്തേക്ക് വരുന്ന സാഹചര്യമുണ്ട് എങ്കിൽ എല്ലാ രാഷ്ട്രീയ പാർട്ടികൾക്കും സർക്കാർ സംവിധാനങ്ങൾക്കും ഒക്കെ അതിൽ പരാതി ഉണ്ടാവേണ്ടേ? അല്ല, അതുണ്ടാവില്ല. അതിനുണ്ടാവാത്ത സർക്കാരിനും CPM-നും ഇല്ലാത്തതിൻ്റെ കാരണം എന്താ? ഇന്ന് ഈ കേസുമായിട്ട് ബന്ധപ്പെട്ട് ജയിലിൽ കിടക്കുന്ന 8ഓളം പേര് CPM-ന്റെ അംഗങ്ങളാണ് അല്ലേ? പത്മകുമാർ, N. വാസു, പിന്നെ വിജയകുമാർ, മറ്റേ ശങ്കരദാസ്, പിന്നെ മുരാരി ബാബു, സുധീഷ് കുമാർ മുതൽ ഇങ്ങോട്ട് നോക്കിയാൽ 8ഓളം പേർ. ഒരു പ്രശ്നം സംഭവിച്ചു. ഞാൻ ശ്രീ സുഭാഷ് ബാബുവിനോടാണ് ചോദിച്ചത്. അങ്ങ് സംസാരിച്ചു തുടങ്ങിയോണ്ട് അങ്ങ് തന്നെ പറഞ്ഞോളൂ. അങ്ങനെയാണ് എങ്കിൽ ശ്രീ PK ഗോപൻ അങ്ങയോട് ഉന്നയിച്ച ചോദ്യം അതിന് മറുപടി കൂടി അങ്ങ് പറയണം. ഉദ്യോഗസ്ഥരെല്ലാം കോൺഗ്രസ് ആണ്. അല്ല, അങ്ങ് എന്റെ പേരെടുത്തോണ്ടാണ് ഞാൻ പറഞ്ഞത്. അത് അങ്ങ് എന്റെ പേരെടുത്തോണ്ടാണ് പറഞ്ഞത്. എന്തോ ശ്രീ രാജു പി നായർ, അങ്ങനെയാണെങ്കിൽ ശ്രീ PK ഗോപൻ ചോദിച്ച ചോദ്യത്തിന് ഉത്തരം പറയണം. എങ്ങനെയാണ്, ആരാണ് അനുമതി വാങ്ങിക്കൊടുത്തത്, എന്ത് സമ്മാനമാണ് നൽകിയത് സോണിയാഗാന്ധിക്ക് എന്നുള്ളതിനെ കുറിച്ച്? അല്ല, അതിലേക്ക് ഞാൻ എത്താം. ശ്രീ PK ഗോപൻ ഇപ്പം എന്തായാലും ഈ ഡിബേറ്റിൽ 4 പേരെതിരാണെന്നുള്ളതാണത്. ഈ മറ്റേ നമ്മുടെ പത്മകുമാർ SITയോട് പറയരുത്, ഞാൻ മാത്രമാണ്, അതുകൊണ്ട് 4 പേര് അപ്പുറത്ത് നിൽക്കുന്നതുകൊണ്ട് ഞാൻ ഉത്തരം പറയില്ല എന്ന് പറയരുത്. ശ്രീ PK ഗോപൻ, കള്ളന്മാരോടാണ് ചോദ്യം. കള്ളന്മാരോട് ചോദ്യം ഉണ്ടാവും കൂടുതലായിട്ട്. ഞങ്ങൾ ആ കള്ളത്തരം പുറത്തു കൊണ്ടുവരാൻ വേണ്ടി ഞങ്ങൾ പറയുന്നവരാണ്. അതുകൊണ്ട് കള്ളന്മാരോടാണ് ചോദ്യമുണ്ട്. അങ്ങ് കള്ളനാണെന്നല്ല ഉദ്ദേശം, പക്ഷേ അങ്ങയുടെ പാർട്ടി ഇതിനകത്ത് കള്ളത്തരത്തിൽ ഇൻവോൾവ് ആയതുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് മാത്രം അങ്ങ് ചെയ്താൽ മതി. പിന്നെ ഇവിടെ സൂചിപ്പിച്ചൊരു കാര്യം സോണിയാഗാന്ധിയുമായിട്ടുള്ളത്, ഞാൻ ചോദിക്കട്ടെ, എന്നാണ് ആ ചിത്രം എടുത്തിരിക്കുന്നത്? 2019 ക്രമക്കേട് നടക്കുന്നതിനെല്ലാം വർഷങ്ങൾക്ക് മുമ്പ്. എന്താണ് ഇവർ സ്ഥാപിക്കാൻ ശ്രമിക്കുന്നത്? ഈ ശബരിമല ക്ഷേത്ര കൊള്ളയിൽ നടന്ന കാര്യങ്ങൾ മുഴുവൻ ഈ സോണിയാഗാന്ധിക്ക് ആദ്യമേ കൊണ്ടുപോയി കൊടുത്തിട്ട് കൊള്ള നടത്തിയതാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? അങ്ങനെയാണോ ഇവർ ഉദ്ദേശിക്കുന്നത്? ഞാൻ പറയട്ടെ ഈ PK ഗോപൻ പറയാൻ ഉദ്ദേശിക്കുന്നത് സോണിയാഗാന്ധിയുമായിട്ട് കച്ചവടം നടത്തി അടൂർ പ്രകാശ് ആന്റോ ആന്റണിയും കൂടി പറഞ്ഞു. എന്നിട്ട് ശ്രീ പത്മകുമാറിനോട് പറയുകയാണ് നമുക്ക് ഈ ക്ഷേത്രം ഒന്ന് കൊള്ളയടിച്ചു കളയാം. അങ്ങനെ പറഞ്ഞപ്പോഴത്തേക്ക് പത്മകുമാറും CPM-ന്റെ അടൂർ പ്രകാശ് മാധ്യമങ്ങളോട് പറഞ്ഞത് എന്റെ മണ്ഡലത്തിലുള്ള ആൾ എന്നാണ്. അത് കള്ളമല്ലേ? അല്ല, അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണല്ലോ ശബരിമല ഇരിക്കുന്നത്. അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലാണ്. ആ മണ്ഡലത്തിലുള്ള ശബരിമല ഇരിക്കുന്ന മണ്ഡലത്തിലല്ല, ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ മണ്ഡലത്തിലുള്ള ആളെന്നാണ് പറഞ്ഞത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്റെ മണ്ഡലത്തിലുള്ള ആളെന്നാണ് പറഞ്ഞത്. ശബരിമല എന്റെ മണ്ഡലത്തിലായതുകൊണ്ട് എന്നല്ല പറഞ്ഞത്. മാധു, ഞാൻ എനിക്ക് പറയാനുള്ള സമയം കൂടി തരണം കേട്ടോ. മാധു, ഞാൻ ചോദിക്കട്ടെ കാര്യമുള്ളൂ. ശബരിമലയിലെ ഒരു ക്ഷേത്രത്തിൽ, ശബരിമല ക്ഷേത്രത്തിലുള്ള ഒരു പൂജാരി എന്ന് പറഞ്ഞാൽ ദൈവതുല്യനായി പരിഗണിക്കപ്പെടുന്ന ഒരാളാണ്. അങ്ങനെ ദൈവതുല്യനായിട്ട് പരിഗണിക്കപ്പെടുന്ന ഒരാൾ, ഒരു സോണിയാഗാന്ധി ആവട്ടെ അടൂർ പ്രകാശ് ആവട്ടെ, അദ്ദേഹത്തെ കാണണം എന്ന് പറഞ്ഞാൽ മാധു, ഞാൻ എനിക്ക് പറയാൻ സമയം തരാം. മാധു, എനിക്ക് പറയാൻ സമയം തരാം. ശരി, ഞാൻ ചോദിക്കട്ടെ, എന്നാൽ മാധു പറയുന്നതെല്ലാം ഞാൻ അംഗീകരിക്കുന്നു. അടൂർ പ്രകാശ് ഇതിനകത്ത് പങ്കാളിയാണ് എന്ന് അങ്ങ് പറയുന്നത് ഞാൻ വാദത്തിന് എടുക്കാം. 5 മാസമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഈ പറയുന്ന ഭണ്ഡാരിയെയും മാധു PK ഗോപന്റെ ആരോപണത്തെ ഇല്ലാതെയാക്കാൻ വേണ്ടി അങ്ങ് ഏകപക്ഷീയം അല്ലാതെ കാണിക്കാൻ വേണ്ടി ഇടപെടരുത്. എനിക്ക് പറയാനുള്ള സമയം തരും, അങ്ങനെ പറയാൻ തരിക. 5 മാസമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഭണ്ഡാരിയെയും അതുപോലെ തന്നെ എന്താ പറയുക, അദ്ദേഹത്തിന്റെ പേര് മറ്റ് ഒരാളെ ഉൾപ്പെടെ ഈ ഗോവർദ്ധൻ ഉൾപ്പെടെ ഇരുത്തി ചോദ്യം ചെയ്യുന്നുണ്ട്. 5 മാസമായിട്ട് ഈ മുഴുവൻ രേഖ പരിശോധിച്ചിട്ട് എന്തുകൊണ്ടാണ് അടൂർ പ്രകാശിന് ഒരു നോട്ടീസ് പോലും അയക്കാൻ പറ്റാത്ത? എന്താ നിങ്ങൾ പറയാൻ ഉദ്ദേശിക്കുന്നത്? അല്ലെങ്കിൽ ഞാൻ പറഞ്ഞു തീർക്കട്ടെ. എന്താ നിങ്ങൾ പറയാൻ? 5 മാസമായിട്ട് ഉണ്ണികൃഷ്ണൻ പോറ്റിയെയും ഭണ്ഡാരിയെയും ഗോവർദ്ധനെയും ചോദ്യം ചെയ്യുന്ന SITക്ക് സോണിയാഗാന്ധിയെയും അടൂർ പ്രകാശിനെയും ബന്ധപ്പെടുത്താൻ കഴിയുന്ന ഒരു തരിമ്പ് തെളിവ്
ഒരു തരിമ്പ് തെളിവുണ്ടെങ്കിൽ അവരത് അന്വേഷിക്കാതിരിക്കും ചിന്തിക്കുന്നുണ്ടോ? ശരി, അല്ല അത് അല്ല അത് അപ്പൊ അങ്ങേക്ക് ഉന്നയിക്കാൻ കഴിയുന്ന ഒരു വാദമാണ്. പക്ഷേ ഞാൻ വളരെ സ്ട്രൈറ്റ് ആയിട്ടൊരു ചോദ്യമാണ് ചോദിച്ചത്. ഞാൻ കഴിഞ്ഞ എല്ലാ ചർച്ചകളിലും കോൺഗ്രസ് നേതാക്കളോട് ചോദിക്കുന്നുണ്ട്, അവരാരും മറുപടി പറയുന്നില്ല. ഒറ്റ മിനിറ്റ് ശ്രീ സുഭാഷ് ബാബു, സമില, ശ്രീ സുഭാഷ് ബാബു, സമില, ശ്രീ സുഭാഷ് ബാബു, ശ്രീ സുഭാഷ് ബാബു, സമില, സീരിയസ്ലി സമില, ക്ഷമിക്കൂ സമില, ക്ഷമിക്കൂ ശ്രീ സുഭാഷ് ബാബു. മാധു, എന്റെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയില്ല. ആരാണ് പെർമിഷൻ വാങ്ങിച്ചു കൊടുത്തത്? എന്താണ്? അത് ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു. അങ്ങയുടെ ചോദ്യത്തിന് ഉത്തരം കിട്ടിയിട്ട് മാത്രമേ മറ്റുള്ളവർക്ക് സംസാരിക്കാൻ പറ്റുള്ളൂ. ശ്രീ സുഭാഷ് ബാബു പറയൂ. ആദ്യം പിണറായി വിജയന്റെ അടുത്തും പി ശശിയുടെ അടുത്ത് എന്ന് പറ. അത് 2025-ലാണ്. ഈ കള്ളനാണ് ശേഷമാണ് പിണറായി വിജയന്റെ DGP-യുടെ ഇത് ചെയ്യരുത്. ഒരു പാനലിസ്റ്റിന് സംസാരിക്കാനുള്ള സമയമാണ്. അത് ചെയ്യരുത്. കടകംപള്ളി സുരേന്ദ്രനെ വീട്ടിൽ കൊണ്ട് സുഭാഷ് ബാബു അങ്ങയുടെ സമയമാണ്. എന്റെ കയ്യിൽ അധിക സമയമില്ല.